Welcome to the first class of Plus 2 Computerized Accounting, Chapter 1. എല്ലാവർക്കും പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്ററിൻ്റെ പേര് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നമ്മളിവിടെ കാണുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ പറ്റി പൊതുവായ ചില കാര്യങ്ങളാണ്. A computerized accounting system is a system used by business firms to record and manipulate financial data with the help of computers and accounting software. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടുകൂടി ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ, സാമ്പത്തികമായ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും അതുപോലെ ആവശ്യാനുസരണം അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്താനും ഉള്ള സംവിധാനമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, എന്താണ് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന അതേ കാര്യം തന്നെ കൂടുതൽ കൃത്യതയോടെ, കൂടുതൽ സ്പീഡിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. CAS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. CAS is simple and integrated. It provides accurate and up-to-date business information instantly. എന്താണ് അത്? ലളിതമാണ്, സമഗ്രവുമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബിസിനസ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വഴി വളരെ ആക്യുറേറ്റായി, വളരെ കൃത്യതയോടെ, വളരെ അപ് ടു ഡേറ്റ് ആയി, സമയോചിതമായി, അതുപോലെ വളരെ വേഗത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കാൻ നമുക്ക് ഈ സംവിധാനം സഹായിക്കും. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ് ലൈക്ക് സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ബിസിനസ്സിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും അത് സംയോജിപ്പിക്കുന്നു. സെയിൽസ് ആകട്ടെ, പർച്ചേസ് ആകട്ടെ, ഫിനാൻസ് ആകട്ടെ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആകട്ടെ, അങ്ങനെ ബിസിനസ്സിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രത്യേകത, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സുതാര്യത എന്നാണ് അർത്ഥം. കൺട്രോൾ, നിയന്ത്രണം, അല്ലേ? അപ്പോൾ CAS provides transparency to day-to-day business operations and better control. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം? ബിസിനസ് ആക്ടിവിറ്റീസിന്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് സുതാര്യത നൽകുന്നു, ട്രാൻസ്പെറൻസി നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റ ആരാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് ഡേറ്റ ആരാണ് എൻ്റർ ചെയ്തത്, ഓക്കെ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സാധിക്കും. കാര്യങ്ങളൊക്കെ സുതാര്യമായിരിക്കും. ഏതെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് വരുത്തിയത് ആരാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ദെൻ അതുപോലെ അത് എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ടു ഹാവ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ മേൽ മികച്ച നിയന്ത്രണം ഉറപ്പുവരുത്താൻ സഹായിക്കും. ഓക്കെ, മൂന്നാമത്തെ പ്രത്യേകത, ആക്യുറസി ആൻഡ് സ്പീഡ്. ആക്യുറസി, കൃത്യത, സ്പീഡ്, വേഗത, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ആക്യുറസിയും സ്പീഡും, അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനും അതേ സവിശേഷത വന്നു ചേരുന്നു. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ക്യാൻ പ്രോസസ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വിത്ത് ഗ്രേറ്റ് ആക്യുറസി ആൻഡ് സ്പീഡ്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. വളരെ വേഗതയോടെ, വളരെ കൃത്യതയോടെ ട്രാൻസാക്ഷൻസ് എല്ലാം, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എല്ലാം അതിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നാലാമത്തെ സവിശേഷത, സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി ആണ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, ഈവൻ ഇഫ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻക്രീസ്, ദർ ഇസ് നോ മച്ച് കോസ്റ്റ് ഫോർ പ്രോസസ്സിങ് അഡീഷണൽ ട്രാൻസാക്ഷൻസ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ, അതായത് ബിസിനസ്സിൻ്റെ വലിപ്പം കൂടുന്നു, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ കൂടുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചാലും ആ അഡീഷണലായിട്ട് വരുന്ന
ബിസിനസ്സിൻ്റെ ഇടപാടുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അത് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി വലിയ ചിലവൊന്നും വരുന്നില്ല. കാരണം എന്താണ്, ഉള്ള സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ വേണ്ട അപ്ഡേഷൻ നടത്തി അത് ഹാൻഡിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. വലിയൊരു കോസ്റ്റ് അതിന് വേണ്ടി വരുന്നില്ല. അതേസമയം മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ എന്ത് വേണ്ടി വരും, അതിന് ഒരുപക്ഷെ കൂടുതൽ സ്റ്റാഫൊക്കെ വേണ്ടി വരുന്നതിന്. മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും വളരെ കുറച്ച് സ്റ്റാഫ് മതി എന്തിന്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് സാധിക്കും. ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം കൂടിയാലും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്, ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് സാധിക്കും. ആ പ്രത്യേകതയാണ് സ്കെയിലബിലിറ്റി. അഞ്ചാമത്തത് റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ആശ്രയ യോഗ്യതയാണ്, ആശ്രയിക്കാൻ പറ്റുന്നതാണ് റിലയബിൾ എന്ന് പറഞ്ഞാൽ. The financial information generated by CAS is more reliable than those of manual accounting system because of the high accuracy of computers. എന്താണ് കാരണം? അത് കൂടുതൽ ആശ്രയയോഗ്യമാകാൻ കാരണം എന്താണ്? അതിന് കമ്പ്യൂട്ടേഴ്സിന് എന്തുണ്ട്? ഉയർന്ന കൃത്യതയുള്ളതുകൊണ്ട് തന്നെ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും നമുക്ക് ഏതിനെ ആശ്രയിക്കാൻ സാധിക്കും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ ആശ്രയിക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഒരു തവണ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്താൽ പിന്നീട് വരുന്ന റിപ്പോർട്ട്സ്, അത് ബാലൻസ് ഷീറ്റ് ആവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവാം, ലെഡ്ജർ അക്കൗണ്ട്സ് ആവാം, അവിടെ ഒന്നും ഒരു തരത്തിലുള്ള എറേഴ്സും വരില്ല. പ്രൊവൈഡഡ് ഏത് ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം വൗച്ചർ എൻട്രി നടത്തുമ്പോൾ, ആ വൗച്ചർ എൻട്രി നമ്മൾ നടത്തുമ്പോൾ അത് കൃത്യമായിരിക്കും. അത് കൃത്യമാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും നമുക്കതിനെ ആശ്രയിക്കാം. മാനുവൽ അക്കൗണ്ടിങ്ങിന് ആണെങ്കിൽ എന്തൊക്കെ സാധ്യതയുണ്ട്? നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ പറ്റുന്നതാണ് അല്ലേ. പൂജ്യങ്ങളുടെ എണ്ണം കൂടാം, കുറയാം, അല്ലെങ്കിൽ തെറ്റായ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ എമൗണ്ടുകൾ വ്യത്യസ്തമായി മാറാം, എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോവാം അല്ലേ. ഇങ്ങനെയുള്ള പല മിസ്റ്റേക്സും മാനുഷികമായി മാനുവൽ അക്കൗണ്ടിങ്ങിന് സംഭവിക്കാം. അത്തരം എറേഴ്സ് ഒന്നും എവിടെ ഉണ്ടാവില്ല? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവില്ല. കാരണം അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അതിന് ഉയർന്ന ആക്യുറസി ഉണ്ട്, കൃത്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 5 സവിശേഷതകളാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഉള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ, accuracy and speed, then scalability and reliability. 5 കാര്യങ്ങൾ, 5 ഫീച്ചേഴ്സിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്താൽ സ്റ്റാർസ്, STARS, സ്റ്റാർസ് എന്ന് കിട്ടും അല്ലേ. അത് ഓർത്തിരുന്ന ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഓർത്തിരിക്കാനുള്ള മാർഗമാണ് സ്റ്റാർസ്. നമ്മുടെ കീവേഡ് സ്റ്റാർസ്. ഇനി നമ്മൾ കാണുന്നത് the components of computerized accounting system. The components of computerized accounting system. Computerized accounting systemത്തിൻ്റെ ഘടകങ്ങൾ, വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചേർന്നാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്? ഈ ചിത്രം നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലെല്ലാ കമ്പോണൻസും നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, അവിടെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, എഴുതുകയും കാൽക്കുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ചില പേപ്പേഴ്സൊക്കെ ഇരിപ്പുണ്ട്, അതിൽ കുറേ വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ ചില ഇൻഫർമേഷനുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ അവിടെ എന്തൊക്കെയോ റിപ്പോർട്ട്സ് കാണാം. അപ്പോൾ ആ ലാപ്ടോപ്പിലും ആ കമ്പ്യൂട്ടറിലും എന്തുണ്ട്? ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് എന്തിനുള്ളത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഒന്ന്, ആ വ്യക്തി, അയാൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ്, ചില പ്രവർത്തനങ്ങൾ, ദെൻ കമ്പ്യൂട്ടർ, അതിനുള്ളിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ദെൻ അയാളുടെ അടുത്തുള്ള ചില വിവരങ്ങൾ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കമ്പോണൻസ്. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. Computerized accounting system has 5 components: procedure,
ഡേറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇതൊക്കെയാണ് പ്രൊസീജിയർ, ഡേറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. 5 എണ്ണം. ഓക്കെ, 5 കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു അല്ലേ? They are regarded as the 5 pillars of CAS. കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ 5 തൂണുകളായിട്ടാണ് ഈ 5 ഘടകങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ചിത്രത്തിൽ അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതാണ് പ്രൊസീജിയർ അല്ലേ? പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പിന്തുടരുന്ന നടപടിക്രമങ്ങളാണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കുന്ന നടപടിക്രമത്തെയാണ് നമ്മളോട് വിളിക്കുന്നത് എന്ത്? പ്രൊസീജിയർ. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിനാണെങ്കിൽ വൗച്ചേഴ്സ് നമുക്ക് കിട്ടുന്ന ആ വൗച്ചേഴ്സ് നോക്കി നമ്മൾ അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രി നടത്തുന്നു അല്ലേ? ആ ജേണൽ എൻട്രി പിന്നീട് പോസ്റ്റ് ചെയ്യുന്നു ലെഡ്ജർ അക്കൗണ്ടിലേക്ക് അല്ലേ? അങ്ങനെ അവസാനം ഫൈനൽ അക്കൗണ്ട്സ് വരെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൊസീജിയർ. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻറ്റ് പ്രൊസീജിയർ. ഓക്കെ, രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണ്? ഡേറ്റ. ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ഡേറ്റ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കരിക്കാത്ത അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്ത അല്ലെങ്കിൽ അസംസ്കൃതമായ വസ്തുതകളെയാണ് നമ്മൾ ഡേറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ? ഡേറ്റ ഈസ് അൺപ്രോസസ്ഡ് ഓർ റോ, RAW, റോ ഫാക്ട്സ് യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. ഉദാഹരണത്തിന് നമ്മളൊരു വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ ഗുഡ്സ് ആർക്കാണോ വിറ്റത് അയാളുടെ പേര് നമ്മുടെ കയ്യിലുണ്ട്, അയാളോട് വാങ്ങിയ വില നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അയാൾക്ക് കൊടുത്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, അയാൾ പണം തന്നോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മുടെ കയ്യിലുണ്ട്. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഡേറ്റയെ എന്താക്കി മാറ്റണം? പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റണം. മൂന്നാമത്തെ കമ്പോണൻറ്റ് പീപ്പിൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹ്യൂമൻ വെയർ. ഇപ്പം നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു ഒരു വ്യക്തി അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പീപ്പിൾ, ഹ്യൂമൻ വെയർ എന്നും അതിനെ വിളിക്കും. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പോലെ ഹ്യൂമൻ വെയർ. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരാണ് പീപ്പിൾ? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ തയ്യാറാക്കുന്നത്? അവരെയാണ് നമ്മൾ വിളിക്കുന്നത് പീപ്പിൾ. അപ്പോൾ അത് ഉടമസ്ഥരാവാം, മാനേജേഴ്സ് ആവാം, ഗവൺമെൻറ് ആവാം, ആരുമാവാം. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ കമ്പോണൻറ്റ്. ഇനി നാലാമത്തെ കമ്പോണൻറ്റ് ഹാർഡ്വെയർ. നമുക്കറിയാം എന്താണ് ഹാർഡ്വെയർ അല്ലേ? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫിസിക്കൽ പാർട്സ് ഓർ കമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായ അതിൻ്റെ വിവിധ ഘടകങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഹാർഡ്വെയർ. ഫിസിക്കൽ പാർട്സ് ഓർ കമ്പോണൻറ്റ്സ്. അതിൻ്റെ മോണിറ്റർ ആവാം, അതിൻ്റെ CPU ആവാം, അതിൻ്റെ കീബോർഡ് ആവാം, മൗസ് ആവാം, പ്രിൻ്റർ ആവാം അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും നമ്മൾ ചേർത്ത് പൊതുവായിട്ട് വിളിക്കുന്നതാണ് ഹാർഡ്വെയർ. ദെൻ അഞ്ചാമത്തെ കമ്പോണൻ്റ് ആണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ത്രൂ വിച്ച് എ കമ്പ്യൂട്ടർ പെർഫോംസ് എ ടാസ്ക്. ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ വിളിക്കുന്നത് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ അവിടെ കാണുന്നുണ്ട്. അതാണ് ജീനു ഖാത്ത. നമ്മൾ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഒരു സ്വതന്ത്ര അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് GNU, ജീനു ഖാത്ത. ഖാത്ത എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എന്നാണ് അർത്ഥം, ഹിന്ദി വാക്കാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ 5 കമ്പോണൻസ് ഏതൊക്കെയാണ്? ചിത്രം ഓർമ്മയിൽ വരണം അല്ലേ? ആ ചിത്രം ഓർത്താൽ മതി. പ്രൊസീജിയർ, then data, people, hardware, software. 5 കാര്യങ്ങൾ, 5 components. Now we have to discuss about data and information. ഡേറ്റയുടെ മീനിങ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പ്രോസസ്സ് ചെയ്യാത്ത ഫാക്ട്സ് ആണ് ഡേറ്റ. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ
അതിനൊരു പ്രക്രിയയിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ അതെന്തായി മാറും? ഇൻഫർമേഷനായി മാറും. ഓക്കെ, ഡാറ്റ മീൻസ് റോ ഓർ അൺപ്രോസസ്ഡ് ഫാക്ട്സ്. വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഇറ്റ് ബിക്കംസ് ഇൻഫർമേഷൻ. ക്ലിയർ? നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു അക്കൗണ്ടൻസിയുടെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുന്നു. ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം, അക്കൗണ്ടൻസിയുടെ ആ പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡാറ്റയാണോ ഇൻഫർമേഷനാണോ? ഡാറ്റയാണ്, അല്ലേ? ആ ഡാറ്റ ചില പ്രത്യേക രീതിയിൽ ഒരു പ്രക്രിയയിലൂടെ കടത്തിവിട്ടാൽ അതിനെ ചില വിവരങ്ങളൊക്കെ ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റി, ചില വിവരങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം അതിനെ വിവിധ അക്കൗണ്ടുകളിലും വിവിധ സ്റ്റേറ്റ്മെൻറ്റുകളിലും ആക്കിയാൽ എന്ത് കിട്ടും? ഫൈനൽ അക്കൗണ്ട്സ് കിട്ടും. ആ ഫൈനൽ അക്കൗണ്ട്സ് ഡാറ്റയാണോ ഇൻഫർമേഷനാണോ? ആ ഫൈനൽ അക്കൗണ്ട്സ് എന്താണ്? ഇൻഫർമേഷനാണ്. ആ ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കുകയാണ് നമ്മൾ ചെയ്തത്, അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റിനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ നമ്മൾ ചില പ്രക്രിയകൾ നടത്തി, ചില പ്രോസസ്സിങ് നടത്തി, ചില രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് അതിനെന്താക്കി മാറ്റി? ഇൻഫർമേഷനാക്കി മാറ്റി. ഇതാണ് ലളിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ. ഇനി ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, when the sales takes place in a firm, the data include the name of the buyer, amount, date, etc. When such data is processed and a sales report is prepared, it becomes information. എന്താണ്? ഒരു സെയിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ വാങ്ങിയ ആളുടെ പേര്, അയാൾ തരാനുള്ള എമൗണ്ട്, ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് തുടങ്ങിയ വിവരങ്ങളൊക്കെ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റയാണ്. അത് പ്രോസസ്ഡ് അല്ലാത്ത ഫാക്റ്റാണ്. ആ വിവിധ സെയിൽസിൻ്റെ ഡേറ്റ ശേഖരിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ സെയിൽസ് റിപ്പോർട്ട് അതിൻ്റെ സെയിൽസ് മാനേജർ തയ്യാറാക്കുകയാണെങ്കിൽ ആ സെയിൽസ് റിപ്പോർട്ട് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻഫർമേഷനാണ്. അപ്പോൾ ഡേറ്റ എന്തായി മാറുന്നു? ഇൻഫർമേഷനായി മാറുന്നു. സോ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും വിവിധ സോഫ്റ്റ്വെയർസിൻ്റെ സഹായം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് യൂസേഴ്സിന് വിവിധ തരത്തിലുള്ള റിപ്പോർട്ട്സ് എടുക്കാൻ വേണ്ടി സാധിക്കും. ദ യൂസേഴ്സ് ക്യാൻ ടേക്ക് വേരിയസ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് ലൈക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള അക്കൗണ്ട്സ് ആണ്. ബാലൻസ് ഷീറ്റ് എറ്റ്സെട്ര. അങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും പോലുള്ള ധാരാളം അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് അതിൻ്റെ യൂസേഴ്സിന് എടുക്കാൻ വേണ്ടി സാധിക്കും. Now we have to study about the accounting cycle. Accounting cycle, it refers to the steps involved in the completion of accounting process. Accounting എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തിയാകുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന നടപടികൾ, സ്റ്റെപ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് അക്കൗണ്ടിങ് സൈക്കിൾ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഒന്ന്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. ജേണലിൽ ആദ്യം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു. 2, പോസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. പിന്നീട് എന്ത് ചെയ്യുന്നു? അതാത് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ആ വിവരത്തെ മാറ്റുന്നു. 3, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഫ്രം അക്കൗണ്ട് ബാലൻസസ്. അക്കൗണ്ടുകളുടെ എല്ലാം ബാലൻസ് കണ്ടുപിടിച്ച് ഒരു പ്രത്യേക ഡേറ്റിൽ ആ ബാലൻസുകൾ വെച്ച് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പ്, പാസിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യും. 5ാമത്തെ സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തി ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ദെൻ 6ാമത്തത്, പാസിംഗ് ക്ലോസിംഗ് എൻട്രീസ്. അതായത് ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യുന്നു. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ അവസാനം പാസ് ചെയ്യുന്ന എൻട്രീസ് ആണ് ക്ലോസിംഗ് എൻട്രീസ്. 7ാമത്തെ സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 7ാമത്തെ സ്റ്റെപ്പ്, ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നു. ഇത്രയും സ്റ്റെപ്പുകൾ ഉള്ളുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ വിളിക്കുന്നത് അക്കൗണ്ടിംഗ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ
കണ്ട കാര്യങ്ങൾ: ഒന്ന്, മീനിങ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. രണ്ട്, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമ്മൾ ഓർക്കേണ്ട വാക്ക് കീവേഡ് സ്റ്റാർസ്, STARS, ഫീച്ചേഴ്സ്. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ കണ്ടത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. 5 കമ്പോണൻസ്. ആ ചിത്രം ഓർത്താൽ മതി അല്ലേ? ദെൻ ഡേറ്റയും ഇൻഫർമേഷൻ എക്സാമ്പിൾ സഹിതം നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ അവസാനമായി അക്കൗണ്ടിംഗ് സൈക്കിൾ എന്താണെന്നും അതിൻ്റെ 7 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നും കണ്ടു. ഓക്കെ.